കണ്ട പാഡൽ ഷിഫ്റ്റൊക്കെ ആയിട്ട്. ഇത് ഓട്ടോമാറ്റിക് പെജറാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ടാവില്ല, പലർക്കും അറിയുണ്ടാവില്ല. എന്ന് വെച്ചാൽ കുറേ കൊമ്പൻ നമ്മുടെ സജീർക്കാരെ വണ്ടി. ഇത് അതിന്റെ ബുൾബാറൊക്കെ ഉണ്ടാവും, ഒരു കൊല്ലം പിടിച്ച് പണിതിട്ടുള്ള ബുൾബാറാട്ടാ. അപ്പം എല്ലാ കടികൾക്കും മേയർക്ക് എൻ്റർടൈൻമെൻറ്റ് മറ്റൊരു അടിപൊളി ഓഫ് റോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പെജറോ ക്ലബ്ബായ ലെജൻഡറി പെജറോ ക്ലബിൻ്റെ ഒരു കിട്ടിലൻ ഓഫ് റോഡ് ഫൺ ഡ്രൈവ് നമ്മൾ പോകുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് താമരശ്ശേരി ചുരത്തിലാണ് കേട്ടോ. കുറച്ച് പേര് വരാണ്ട്, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ പോണത് വയനാടുക്കാണ്. ബാക്കി നമ്മുടെ സ്റ്റേ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ തന്നെ പറയാം. ഒന്ന് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം, പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് തുടങ്ങല്ലേ. നമുക്ക് ലോകാരെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഷൈനിക്കുണ്ടല്ലോ, ഷൈനിക്കാരെ വണ്ടിയിൽ എടുക്കണേ. ആ, നമ്മളെവിടെ പോയാലും പോസ്റ്റാണല്ലോ. 1-2 മണിക്കൂറായിട്ട് പോസ്റ്റായിട്ട് നിൽക്കുക. ഈ കടക്കാരന് നല്ല കച്ചവടം കിട്ടി, അത് കാരണം. അങ്ങനെ നമ്മുടെ ടീമുകളൊക്കെ എത്തിയിട്ട് അതേ കാണുന്നതാണ് നമ്മുടെ സജീർക്കാരെ വണ്ടി. ഇത് അതിൻ്റെ ബുൾബാറൊക്കെ ഉണ്ടാവും, ഒരു കൊല്ലം പിടിച്ച് പണിതിട്ടുള്ള ബുൾബാറാട്ടാ. സജീർക്ക് കുറേ പിന്നാലെ നടന്നിട്ടുണ്ട് ഈ ബുൾബാർ പണിയാൻ വേണ്ടിയിട്ട്. പിന്നെ വണ്ടി മൊത്തത്തിൽ നാൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. ആൾ പഴയ വണ്ടിയും പുതിയ വണ്ടി ഇപ്പോൾ നല്ല ഡിഫറൻസ് ആണ്. വണ്ടി അടിമുടി ആൾ മാറ്റി, സ്നോർക്കൽ ലൈറ്റുകളൊക്കെ ഉണ്ടാ, ഒക്കെ വ്യത്യസ്ത. എന്തുകൊണ്ട് പോസ്റ്റാക്കി? എവിടെയെങ്കിലും നിർത്തിണ്ടാവും. വേണം 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 വേണം. എന്താ വണ്ടി എടുക്കാൻ ഞാൻ? പിന്നെ ശരിക്കും പറയും, അത് ഇന്നലെ രാത്രി റെഡി ആക്കിയല്ലോ. ഓ അറിയാം. യെസ് അരുൺ. പിന്നെ ഈ കാണുന്ന വണ്ടിക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ത്യയിലെ സോൾഡ് ആക്സിലുള്ള ഫസ്റ്റ് പെജറോ ആണിത്. ഇത് 3 ഡോർ പെജറാണ്. ഇത് പക്ക ഒരു ഓഫ് റോഡ് സ്പെക്കിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും സസ്പെൻഷൻ ലീഫ് സസ്പെൻഷനാണ് വരുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കി നോക്കാം. പിന്നെ ഇതിൻ്റെ ARBയുടെ ബുൾബാറുണ്ട്, അയൺമാൻ്റെ സസ്പെൻഷൻ വേറെ കയറ്റിയിട്ടുണ്ട്, 3 ഇഞ്ച് ലിഫ്റ്റ് ഉണ്ട്. നമ്മുടെ ജിത്തുജാൻ്റെ വണ്ടി കേട്ടോ, ജാക്ക് മോഡ്സിലുള്ള ജിത്തുജാൻ്റെ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് എക്സോസ് അടിച്ചിട്ടുണ്ട്, പമ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. വണ്ടി പറക്കും, വെട്ടിച്ചില് സാധനമാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങല്ലേ. ലഞ്ച് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയതാട്ടാ. നമ്മുടെ സിനിമാ നടൻ അബു സലീമിക്കടെ ഹോട്ടലുണ്ട് കൽപ്പറ്റയിൽ. അടിപൊളി ഫുഡാണ്. ഫുഡ് അടിപൊളി മാത്രമല്ല, അടിപൊളി തിരക്കാണ്. ഒരു രക്ഷയില്ല, ക്യൂ നോക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ അതേ നമുക്ക് സീറ്റ് ആയിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇവിടുത്തെ ഐക്കുറ ഫ്രൈ ഒരു രക്ഷയില്ല, ഇഷ്ടം പൊള്ളി സാധനം.
പക്ഷേ സമയം കൈപിടിച്ച് വേണം വരാൻ. നല്ല ലാഗാണ്. ഫുഡിൻ്റെ ക്വാളിറ്റി കൂടുമ്പോൾ തിരക്കും കൂടും, സ്വാഭാവികം. ഇത് നമ്മുടെ ടീമിലത്തെ അടുത്തൊരു വെറൈറ്റി സംഭവം. ഇത് കണ്ട പാഡൽ ഷിഫ്റ്റൊക്കെ ആയിട്ട്. ഇത് ഓട്ടോമാറ്റിക് പെജറാണ് കേട്ടോ. പലരും കണ്ടിട്ടുണ്ടാവില്ല, പലർക്കും അറിയുണ്ടാവില്ല. വെച്ചാൽ കുറേ അറിയുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ വളരെ കുറവാണ് ഓട്ടോമാറ്റിക് പെജർ. വണ്ടി രക്ഷയില്ല, ഞാൻ ഓടിച്ചു നോക്കി, വൺ പൊളിയാണ്. ഈ പെജറോ നമ്മുടെ മലപ്പുറത്തുള്ള നിസാമക്കാരെ വണ്ടിയാണ് കേട്ടോ. ഒരു കാര്യം എനിക്ക് എടുത്ത് പറയുള്ളത്, നമ്മുടെ ഈ കുറുമ്പലക്കോട്ട ചർച്ചിലെ വികാരി, സെൻറ്റ് ജൂഡ് ചർച്ചിലെ വികാരി നമുക്കത് ഈ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അവരെ ഗ്രൗണ്ട് നമുക്ക് വിട്ടു തന്നു. അപ്പോൾ അതൊക്കെ അവരെ വലിയൊരു നല്ലൊരു മനസ്സാണ്. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളത് അടുത്തൊരു ഓഫ് റോഡ് പിടിക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത് അടുത്തൊരു ചെറിയൊരു ഓഫ് റോഡ് പിടിക്കാൻ പോണ്. അത്ര ഹെവി ഒന്നെല്ലാം തോന്നുന്നു. എന്തായാലും കയറി നോക്കാം നമുക്ക്. പറയത്തൊക്കെ വലിയ ഓഫ് റോഡ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഒരു മലര മുകളിലേക്ക് എത്തി ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ ആൾക്കാർ അറേഞ്ച് ചെയ്ത് തന്ന ചെറിയൊരു ഓഫ് റോഡ്. പിന്നെ മേലേക്ക് എത്തുമ്പോൾ ഒരു വൈബൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? പൊളിച്ചു വീലടിച്ചാ അതേ ഉണ്ട് കുഴിയിലല്ലേ? ഡെഫിനോടെ കിട്ടി സെക്യൂരിറ്റി കാലെടുക്ക് ഓക്കെ. അമ്മീനോട് താരം ഈ ടയർ വെച്ച് നീ കയറി വന്നില്ലേ? അതിന് ഹീറോയിസം. പവറോട്ടെ ഫോഗ് നിഷാദക്ക ഫോഗൊക്കെ വിട്ടിട്ടുണ്ട് ഞങ്ങളോടെ. വീഡിയോയില് ഫോഗൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഓഡിയോ
മൂശിക cậu có liều pun. Ame mati dah. Ame mati. Dekat, boleh. പോയി. ഇവിടെ വണ്ടി കറക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്, എളുപ്പമല്ല. ഞാനത് കാരണം എൻ്റെ വണ്ടി ഞാൻ കയറ്റിട്ട് വണ്ടി കറങ്ങില്ല. മറ്റവൻ്റെ വണ്ടി കറങ്ങിയത്, അമ്മീൻ്റെ വണ്ടി കറങ്ങിയത് സ്റ്റോക്ക് വണ്ടി ആയതുകൊണ്ട് മാത്രം കറങ്ങി. പിന്നെ അത് മൊട്ട ടയറും. നമ്മുടെ വണ്ടി ഇത്രയും വലിയ ടയർ ഇട്ടിട്ട് ഇവിടെ കറങ്ങാനുള്ള സ്പേസ് ഇല്ല. ഈ കവുങ്ങുമ്പോൾ പോയി ഏതെങ്കിലും കവുങ്ങ പോയി ഇടിക്കും, ഗ്യാരണ്ടിയാ. ആശാൻ ബമ്പർ പോയി. എന്തുണ്ടായേ? എവിടെ കൊണ്ടിടിച്ചേ? കേക്ക് നമ്മുടെ കയറിയാണ് നമ്മളിപ്പോ. സ്ഥലം കുറവാണ്, വെറുതെ വലിയ പോകുന്നത്. നമ്മൾ പല സ്ഥലത്തുനിന്ന് റൈഡ് പോയിട്ടുണ്ട്, പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നാട്ടുകാരുടെ സഹകരണം നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു വരുന്നത്. എന്തായാലും അതിൽ ഇവിടുത്തെ നാട്ടുകാരോട് നമുക്കൊരു പ്രത്യേക നന്ദി പറയണം. നമ്മളിനി അടുത്ത് നമ്മുടെ റിസോർട്ടിലേക്ക് പോണത്, അതിന് മുന്നേ ഇവിടുത്തെ നാട്ടുകാർ ചേട്ടന്മാരുടെ കൂടെ നമ്മളൊന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നാ. ആ ടയർ വെച്ച് കറങ്ങില്ല, സ്പേസ് വേണം. ആശാൻ ദിലീപേട്ടൻ ഫുള്ള് വാറാണല്ലോ മൂട്. ഇന്നത്തെ നമ്മുടെ ഓഫ് റോഡ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് നൈറ്റ് ഡ്രൈവ്, രാത്രി പ്ലാൻ ഉണ്ട്. നമ്മുടെ ഈ സ്ഥലം അത്യാവശ്യം നൈറ്റൊക്കെ നല്ല വ്യൂ ഉണ്ട്, പക്ഷെ തണുപ്പില്ല. കിട്ടില്ല, തകർത്തു. അടിപൊളി കഴിയൂ. ഞാനിവിടെ അവിടെ ഇവിടെ കേട്ട് പാറി പറഞ്ഞു. അയ്യോ പോലെ
ഇംഗ്ലണ്ടാ ആയി സ്റ്റെപ്പിട് ഏയ് വരട്ടെ അല്ല ചെക്കൻ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം ഒരു അടിച്ച ബ്രാൻഡ് അതെ മലപ്പുറം ടീം ഒന്ന് ഓണാവണം. മലപ്പുറം ടീം ഓണാവണം. പടക്കേ മലപ്പുറം ടീം അടുത്ത് പവർ ആവട്ടെ. അതെ മലപ്പുറം ടീം ഒന്നും വേണ്ടില്ല കേട്ടോ. പവർ നമുക്ക് എങ്ങനെ പോണ്ടേ? ബാംഗ്ലൂർ അറിയാൻ ദൂരത്തിൽ നമ്മുടെ കൂടിയിട്ട് നമ്മളെ പിടിച്ചിട്ട് വയനാട് എത്തിച്ചു. നാളെ ഉച്ച കഴിഞ്ഞ് ഞങ്ങളുടെ പോണ്ടേ പറഞ്ഞേ? പറയ് സ്ഥലം പറയും. നാളെ ഉച്ച കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മളൊരു 3-4 വണ്ടി കൂടി അങ്ങോട്ട് പോകും. ഇപ്പൊ പോകും നമ്മള്. ഇപ്പൊ കാണി കയറും. ഇപ്പൊ നമ്മള് കാട്ടാനെ കാണാൻ പോവും. കാട്ടാനെ കാണാൻ പറ്റുമോ? മാനെ കാണാൻ പറ്റുമോ? മാനെ കിട്ടിയാ മതി. കഴിഞ്ഞ പറയ് നമ്മളാണ് പോണത്. കുട്ടവഴി ഗോണിക്കൊപ്പ വഴി പോകും. ഗോണിക്കൊപ്പ തിരിച്ചൊരിക്ക് നാഗർഹോളം അത് നേരെ 900 കണ്ടി പോകും. വീട്ടിൽ നാളെ പാതിരാത്രി. സമയം എത്ര മണി? 2 മണി. കാര്യങ്ങള് എന്റർടൈൻമെന്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. 900 കണ്ടി പോകുന്ന എനിക്കറിയില്ല കേട്ടോ. നമ്മളിപ്പോ ഇന്ന് കാട്ടില് മൃഗങ്ങളെ കാണാൻ പോണ്. കിട്ടിയാ കിട്ടി, പോയി. തീർച്ചയായിട്ടും നമ്മള് പുലിയോ ആനയോ ഇന്ന് രാത്രി കണ്ടു. അല്ല നീ പറയും നിന്റെ ഒരു പുലിയാണല്ലേ? ഇത് 5 പെഗ് ഒരു ജോഡി വാക്കർ പറയണ പോകുന്ന വാഹനങ്ങളൊന്നും കാണിച്ചു കൊടുത്തേ. എന്റെ വണ്ടി സ്റ്റീഫന്റെ വണ്ടി, ഒരു വണ്ടി കൊണ്ടില്ലല്ലോ. അവിടെ നമ്മുടെ തെക്കൻ്റെ അമ്മീന്റെ വണ്ടി. ആണോ നോക്കിയേ, 4 ലോഡ്. രാത്രി എത്ര മണി? എത്ര 1:45 2 മണി? 1:45 ക്ലബിനെ പറയണ അതില് നമ്മള് ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യാൻ വേണ്ടി രാത്രി 8 മണിക്ക് കിടന്നു തുടങ്ങി. അതെ 12:30 മണിക്ക് അലാറം. അതെ മതി, തള്ളു നിർത്ത്. കർണാടക ബോർഡർ കുട്ട വരെയാട്ടോ നമ്മൾ ആദ്യം പോണത്. അത് കഴിഞ്ഞിട്ട് പറ്റിങ്ങ തിരുനെല്ലി വരെ ഒന്ന് പോവാം. മാൻകൂട്ടം മറ്റേ റൂട്ട്, മറ്റേ നമ്മുടെ ബന്ദിപൂർ റൂട്ട് പോകണമെങ്കിൽ ഫുള്ള് കാണാം. ഇതേപോലെ കൂട്ടം ഇടികൂണ് കാണാം. വന്നു കഴിഞ്ഞാൽ ബ്രോ ഒന്ന് ആക്സിഡന്റ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ടാ. ഒന്ന് കാലെടുത്താൽ മതി. കൊമ്പൻ ആ സൈഡ് നോക്കട്ടാ. നിർത്ത് ഇതിന്റെ ഒരു
രണ്ടാനേനെയും കുറച്ച് മാനം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഇതിപ്പോൾ നേരം വിളിക്കാറായി 5 മണിയായി. ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള കാര്യങ്ങൾ നോക്കണം. കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ, നാളെ ഇനി റൈഡുള്ളതല്ലേ. നമ്മൾ ഈ വഴികൾ വന്നിട്ടുണ്ടോ? വേറെ റൂട്ടോ വന്ന് ഊഞ്ഞാലാടുന്നാണ്ട് മീൻ. നമ്മളീ താമസിക്കുന്നത് ഇതൊരു റിസോർട്ടല്ല, ഇതൊരു ഹോം സ്റ്റേ സെറ്റപ്പാണ്. 2 റൂം, പിന്നെ ഒരു ഡോർമെറ്ററി, ടെൻറ്റ്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. യെസ് യെസ് പവർലേ അല്ല വെറുതെ വീഡിയോ എടുത്തോണ്ടിരിക്കും. നല്ല ഫ്രെയിമാണല്ലോ, കളർഫുള്ളാണ്. ബാച്ചിലേഴ്സിനാണെങ്കിൽ ഒരു 50 പേർക്ക് വരെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു മലയുടെ മേലെയാണ് നിൽക്കുന്നത്. നമ്മുടെ വണ്ടി അടിപൊളിയായിട്ടാണല്ലോ കിടക്കണേ. നമ്മുടെ മഞ്ഞനേക്കാളും സൂപ്പർ മഞ്ഞവിടെ കിടപ്പുണ്ട് പറഞ്ഞു ഓർത്ത് പറഞ്ഞു. അല്ല ഓടിയിട്ടില്ലല്ലോ. ഇല്ലടാ. പറയും. സോ ഗൈസ് നമ്മളിനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവാണ്. ഏതാണ് എനിക്കറിയില്ല. അപ്പോൾ ഏതൊരു ഓഫ് റോഡ് പാർക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി അങ്ങോട്ട് മൂവ് ചെയ്യാണ്. എല്ലാവരും പാക്ക് ചെയ്യാണ്. തിരുക്കത്തിലാണ് എല്ലാവരും. നമ്മളിറങ്ങാറായില്ലേ? ഇറങ്ങാറായി. ഒരു അരമണിക്കൂറിൽ ഇവിടെ നിന്ന് ഇറങ്ങും. 3 മഞ്ഞക്കുട്ടന്മാർ കിടക്കണ്ട, എന്താ ഭംഗി. നമ്മളിവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാട്ടാ. ഇനി നമുക്ക് അടുത്തൊരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്, അങ്ങോട്ട് പോയിട്ട് അത് എങ്ങനെയുണ്ട് നോക്കാം. എന്താ പറ്റി? വിക്ടറി മാത്രം. വഴി തെറ്റിപ്പോയി. അറിഞ്ഞോളൂ. കേറിപ്പോ ഞാൻ അവിടെ നിൽക്കാം. കുറച്ച് കേറ് മോളിക്ക്. സംഭവം നമ്മളൊരു മലരമണ്ടയ്ക്ക് കയറിയെത്തി. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഓഫ് റോഡ് സംഭവങ്ങളൊന്നും കിട്ടിയില്ല, അതാണ് സത്യം. പക്ഷേ ആരും വിഷമിക്കേണ്ട, ഇത് കഴിഞ്ഞിട്ട് നല്ലൊരു കിട്ടില്ല സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അത് വേറെ ലെവലായിരിക്കും.
Silhouettes of you are like a taunt. Never really know just what you want. With you I don't ever feel calm. I can feel the sweat inside my palms. Play with me like cats and a string. You don't understand the pain it brings. You don't ever wanna give me wings. You don't ever wanna set me free. You know I'm addicted to you, and it's twisted, you've been gifted with the evil voodoo. Got me coming back for more, even when I've been screwed. Dolls full of pins, pierce my heart straight through. I got issues in my head, I like you in my bed, but you keep me on red. Oh, everything is like a test, I better not text or I'll come off desperate. But if I lay down and I play dead and I stay dead, baby you'll get sick of being the monster out of my head, under my bed, thinking something out of my nightmares, standing right there. But if I lay down and I play dead and I stay dead, then will you get bored of killing me? So if I play dead, will you regret everything that you did, that you said? I don't think you understand what you're doing, and my heart's black and blue from the bruising. I feel like when I'm with you I'm losing. I feel like you think that this amusing, sitting there gaslighting and confusing. Was it me? Is it me? Am I deluded? I'm the one who's always sorry, the conclusion. Even though I offer all of the solutions, I wish you loved me like I love you, it's stupid. When I'm alone with you I never feel lucid. I wish I wasn't struck by Cupid. I wish when I first saw you. എന്തുട്ടാ റോള്? പെടക്കന്നല്ലേ? അല്ല അല്ല, അയ്യാർക്കെ എന്തിട്ടാ പരിപാടി? എവിടെ? പവറേഷയെ അരിഞ്ഞേട്ടൻ, പിള്ളേരൊക്കെ പവറാണ്. എല്ലാ വലിയ പുഴയില് അല്ല സജീർ കഴിഞ്ഞ വണ്ടി തുടങ്ങി നമ്മുടെ പിള്ളേരിക്കളി തുടങ്ങി. തങ്കന്റെ പേട്ട കണ്ടില്ലേ? തങ്ങൻ ഫുള്ള് വാറണ്ട. ഇപ്പൊ പോയേനെ. അയ്യോ, വീണ്ടും പെട്ടാ. ഇതിനായിട്ട് എടുത്ത ഞാൻ ടാസ്ക് ആവും. വണ്ടികൾ എണ്ണം കൂടുതലാ.
I know you told your friend you're not. 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide for the lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide for the lights, take me where I wanna visit. Are you alive? Or just breathing? Yeah, I'm about to fade away. Flashing red lights, driving at night, windowless ride, feeling alive. Nothing in sight, forever in fright. Follow those lines, we'll make it this time. Blur the street lights, work as a guide to memories that we'll make it tonight. I'm sorry that yeah, we'll make it tonight. Okay, yeah, just let me be me. I'll stay out of your way. I see the way you look at me, you're such a disgrace. I never really guessed you brought it to this place. You wanna love me, well then baby I would taste all the highs and the lows. No, you'll never be the same. I don't really wanna hurt you, but I can't control the pain. Just thinking about my side, take care of you, be okay. Okay, okay, maybe you could be the change I need today. I promise that I'm ഉറപ്പാണ് ഇത് ഇന്നലെ കിട്ടിയത് പോരാ. ചെക്കൻ പൊളി കിട്ടുന്നു. ആയിവ ഇത് കൂളൻ്റ് ഫുള്ള് വെള്ളം ഫുള്ള് പോയി വണ്ടി. ദിൽബേട്ടാ ശരിക്കും എന്താ പറ്റിയ? അത് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്തൂടെ? പിടിപ്പിച്ചല്ലേ? അല്ല നമ്മള് പെട്ടെന്ന്
നീ എവിടെ പോയേ? ബീവറേജിൽ പോയേ? ട്രിപ്പ് എങ്ങനെയുണ്ട്? നിങ്ങളുള്ളപ്പോഴല്ലേ കളർഫുള്ളാവുള്ളൂ. ഐ അത് അങ്ങോട്ട് പറയേണ്ട സംഭവം അല്ലേ? തകർത്തില്ലേ നമ്മള്? അല്ലടാ മുത്ത, നീ എന്താ പരിപാടി? ചാടിക്കണ്ട? വീഡിയോ എടുക്കട്ടെ? വീഡിയോ എടുക്കട്ടെ? 1